നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വടംവലി സൂപ്പറായിരുന്നു. നമ്മളൊക്കെ ആവോളം അത് ആസ്വദിച്ചു. ഇപ്പോഴിതാ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കേണ്ട ഉത്തരവാദിത്വം AICCക്ക്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാത്രമല്ല, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഒക്കെ മന്ത്രിമാരായി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാലിൻ്റെ നോമിനിയായി KPCC അധ്യക്ഷ സ്ഥാനത്തെത്തിയ വ്യക്തിയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരായി അന്ന് 3 പേരെ നിയമിച്ചു. AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ. ഇവർ 3 പേരും KC പക്ഷം. പാർട്ടിയെ നയിക്കാൻ പുതിയ ടീം അനിവാര്യമാണ് ഇന്ദിരാഭവനിൽ. ആരാവും പുതിയ KPCC അധ്യക്ഷൻ? ചരടുവലികളുമായി പഴയ താരങ്ങളൊക്കെ കളത്തിലിറങ്ങി. പുതിയ പ്രസിഡന്റ് സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകൾക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമിട്ടു. KCയും സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന സൂചന. ആരാവും KPCC അധ്യക്ഷൻ? സർക്കാരിനോട് ഏറ്റുമുട്ടാതെ സർക്കാരുമായി ചേർന്നു പോകുന്ന ആളാവണം KPCC അധ്യക്ഷനെന്ന് VD സതീശൻ ശഠിക്കുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിനും സതീശനോട് അനുകൂല നിലപാടാണുള്ളത്. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനിറങ്ങിയാൽ അത് കടുത്ത അഗ്നിപരീക്ഷണങ്ങൾക്ക് കാരണമാകും. KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരാകണം. KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് അതുകൊണ്ട് തന്നെ മേൽക്കൈ കിട്ടും. KC തൻ്റെ പക്ഷത്തു നിന്ന് KPCC അധ്യക്ഷനെ നിയമിക്കണം എന്ന വാശിയിലാണ്. മന്ത്രിമാരിൽ 8 പേരും KC പക്ഷക്കാരാണ്. സർക്കാരിലെ ഏറ്റവും പ്രധാന വകുപ്പുകളൊക്കെ KC പക്ഷത്തിൻ്റെ കയ്യിൽ. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത് 3 പേരുടെ പേരുകളാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. 3 പേരും 3 ചേരിയായി നിന്ന് പോർ വിളിച്ചു. ഒടുവിൽ VD സതീശന് മുഖ്യമന്ത്രി പദമെത്തി. ഇനി ഹൈക്കമാൻഡിന് മുന്നിൽ ഇതിൻ്റെ മുറിവുണക്കാനുള്ള സമയമാണ്. രമേശ് ചെന്നിത്തല തൻ്റെ നോമിനി ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷനാക്കണമെന്ന് ശക്തമായ വാദമുന്നയിച്ചു. VD സതീശൻ തൻ്റെ നോമിനിയായി പ്രത്യേകിച്ചാരെയും ഉയർത്തിക്കാട്ടുന്നില്ല. ഭരണത്തിലെ പ്രമുഖർ ഒരു വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് KPCC അധ്യക്ഷൻ മറ്റൊരു വിഭാഗത്തിൽ നിന്നാവണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, KC ജോസഫ്, മാത്യു കുഴൽനാടൻ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നു. മാത്യു കുഴൽനാടൻ്റെ പേര് KC പക്ഷത്ത് നിന്നാണ് ഉയർന്നിരിക്കുന്നത്. മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കണമെന്ന് KC ജോസഫ് പറയുന്നു. ഇരിക്കൂറിൽ വർഷങ്ങളോളം MLA ആയിരുന്നു KC ജോസഫ്. പിന്നീട് മന്ത്രി വരെ എത്തി. എങ്കിലും പാർട്ടിയിലെ ആശ തീരുന്നില്ല. സീനിയർ നേതാവ്, പക്വതയാർന്ന രാഷ്ട്രീയ പ്രവർത്തനം, ഇതാണ് ജോസഫ് വാഴക്കനെ ശ്രദ്ധേയനാക്കുന്നത്. വാഴക്കനോട് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനുമൊക്കെ പരിഗണനയുമുണ്ട്. പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹൈക്കമാൻഡിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചാവും. അതുകൊണ്ട് ആർക്കാണ് നറുക്ക് വീഴുന്നത് എന്നത് ഉദ്യോഗജനകവും. ബെന്നി ബെഹനാൻ ഇപ്പോൾ പഴയ A ഗ്രൂപ്പിനെ നയിക്കുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ കൈക്കൊണ്ട തീരുമാനങ്ങളൊക്കെ അടപടലം പാളിയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ആദ്യഘട്ടത്തിൽ A ഗ്രൂപ്പ് നിലയുറപ്പിച്ചു. പിന്നീട് KC പക്ഷത്തേക്ക് ചാഞ്ഞു. ബെന്നി ബെഹനാൻ എന്തെങ്കിലും ഒരു അക്കമഡേഷൻ, അതായിരുന്നു KCയുമായി ബെന്നി ഉണ്ടാക്കിയ നീക്കുപോക്ക്. അതിൻ്റെ പേരിൽ തങ്ങളുടെ ഗ്രൂപ്പിനെ തുലച്ചു എന്ന പൊതുവികാരം ഇപ്പോൾ A ഗ്രൂപ്പിലുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പിന്നിൽ അണിനിരക്കണമെന്നും പഴയ A ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കണമെന്നും ഒരു കൂട്ടർ പറയുന്നു. പഴയ A ഗ്രൂപ്പിലെ ശക്തരായ നേതാക്കളായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PC വിഷ്ണുനാഥുമൊക്കെ. അവരൊക്കെ KC പക്ഷത്തേക്ക് പൂർണ്ണമായി ചാഞ്ഞു. ആന്റോ ആന്റണിയെ സംബന്ധിച്ച് പഴയ A ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. പിന്നീട് ബെന്നി ബെഹനാനുമായി വലിയ ചങ്ങാത്തത്തിലൊന്നുമല്ല. ആന്റോ ഒറ്റപ്പോക്കിൻ്റെ ആശാനാണ്. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ആരും KPCC അധ്യക്ഷ സ്ഥാനത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിഗണിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെടുന്നു. ഒന്നോർക്കണം, ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയുമൊക്കെ MP മാരാണ്. മാത്യു കുഴൽനാടൻ MLAയും. AICC നേരത്തെ തന്നെ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. 1 man 1 പോസ്റ്റ്, ഒരു വ്യക്തിക്ക് ഒരു പോസ്റ്റ് എന്ന തീരുമാനം AICCയുടേതായി ഇപ്പോൾ നിലവിലുണ്ട്. MP മാരും MLAമാരും പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കേണ്ട എന്നാണ് AICCയുടെ ഒരു പൊതുനിലപാട്. അതിന് വിരുദ്ധമായി MPയോ MLAയോ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുമോ എന്ന സംശയം കേരളത്തിൽ ബാക്കി. MLAമാരും MP മാരുമൊക്കെ തങ്ങളുടെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ജനകീയ അടിത്തറ കെട്ടിപ്പടുക്കണമെന്നാണ് AICC എപ്പോഴും ഉപദേശിക്കാറുള്ളത്. അതല്ലാതെ പാർട്ടിയും KPCC അധ്യക്ഷന്മാരെയോ വർക്കിംഗ് പ്രസിഡന്റുമാരെയോ ഇനി ആവശ്യമില്ല.
മണ്ഡലത്തിൽ പോകണം, ഡൽഹിയിൽ പാർലമെൻറ്റിൽ പങ്കെടുക്കണം. ഇതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ KPCC ആസ്ഥാനത്തെത്തിയാൽ KPCC അധ്യക്ഷൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമാകില്ല എന്ന നിരീക്ഷണമാണ് നേരത്തെ AICC നടത്തിയിട്ടുള്ളത്. പാർട്ടിയും KPCC അധ്യക്ഷന്മാരും ഭാരവാഹികളും അതിന് ദുരന്തമാണ് കുറേ കാലമായി കേരളം അനുഭവിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ വിചിത്രമായ പലതും നമ്മൾ KPCC ആസ്ഥാനത്ത് കണ്ടു. ഭാരവാഹികളില്ല, പലപ്പോഴും അനാഥമായി KPCC ആസ്ഥാനം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു. പാർട്ടിയുടെ അച്ചടക്കവും ചിട്ടയുമൊക്കെ നഷ്ടപ്പെടാനുള്ള മുഖ്യ കാരണം ഇത്തരം പാർട്ടിയും ഭാരവാഹികളാണ്. കിട്ടുന്നവർക്കെല്ലാം വേണമെന്ന വാശി. മറുവശത്ത് പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച കരുത്തും വിവേകവും നേതൃഗുണവുമുള്ള ഒരു കൂട്ടരെ സ്വാധീനം മൂലം മറ്റൊരു കൂട്ടർ എപ്പോഴും അകറ്റി നിർത്തുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ KPCC ആസ്ഥാനം അനാഥമായി കിടന്നു. KPCC അധ്യക്ഷൻ പേരാവൂരിൽ മത്സരിക്കുന്നു. മറുവശത്ത് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 2 പേരും അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ആകെക്കൂടിയുള്ളത് ഷാഫി പറമ്പിലാണ്. ഷാഫി ആവട്ടെ ഒരു താരപരിവേഷത്തോടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നു. KPCC ആസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാതിരുന്ന കാലഘട്ടം. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പോരിൽ ചേരിതിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോർവിളികൾ ഉയർന്നത്. അച്ചടക്കവും കെട്ടുറപ്പുമൊക്കെ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് കേരളത്തിൽ. ഒരു ബഹുജന മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് ഇടതുപക്ഷം തോറ്റമ്പിയതും UDFന് ഭരണം കിട്ടിയതും. എന്നാൽ ഇക്കുറി പാർട്ടിയെ ഒരു കേഡർ സ്വഭാവത്തോടെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം KPCC അധ്യക്ഷനുണ്ട്. ശരിയായ ഒരു അധ്യക്ഷനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ വലിയ വിജയമാകും. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നവരുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഇതിൽ ജനപ്രതിനിധി അല്ലാതെ മുന്നിട്ട് നിൽക്കുന്നത് ജോസഫ് വാഴക്കൻ തന്നെയാണ്. ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, മാത്യു കുഴൽനാടൻ എന്നിവരൊക്കെ ജനപ്രതിനിധികൾ. ഇവർക്ക് KPCC അധ്യക്ഷനായി എത്രമാത്രം പ്രശോഭിക്കാൻ കഴിയും എന്ന് പാർട്ടി പ്രവർത്തകരും അണികളും അനുയായികളും ചോദിക്കുന്നു. മറുവശത്ത് KCയുടെ സ്വാധീനം ഉപയോഗിച്ച് തൻ്റെ പക്ഷത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇനി ശ്രമിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും KCയും. പാർട്ടിയോടാണ് ഹൈക്കമാൻഡിന് താല്പര്യമെങ്കിൽ അനുയോജ്യനായ ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്തുകയാണ് ഉത്തരവാദിത്വം. അവിടെയാണ് ചില പേരുകൾ മുന്നോട്ട് വെക്കേണ്ടി വരുന്നത്. KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ AK ആന്റണിയുടെയും VM സുധീരൻ്റെയും ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് തേടുമോ, അതോ KCയുടെ അമിത സ്വാധീനം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുമോ? കാത്തിരുന്ന് കാണാം. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കുന്ന പേര് ജോസഫ് വാഴക്കൻ്റേതാണ്. അങ്ങനെയെങ്കിൽ ആ പേരിന് കൂടുതൽ സ്വീകാര്യത കിട്ടും എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.